സർക്കാർ സംവിധാനങ്ങളിൽ പ്രതീക്ഷ നഷ്ടപ്പെടുന്നുവെന്ന് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സാ പിഴവിന് ഇരയായ സുമയ്യയുടെ കുടുംബം. ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർക്കെതിരെ നിയമ നടപടി ഉണ്ടാകുന്നില്ല എന്നാണ് അവരുടെ പരാതി. ഡോക്ടർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും കുടുംബം പറയുന്നു. ഞാൻ കൊടുത്ത പരാതി മാത്രമാണ് അവിടെ ആരോഗ്യമന്ത്രി സംസാരിച്ചത്. ഡോക്ടറിന്റെ മേലെ നടപടി എടുക്കുന്ന അങ്ങനെ യാതൊന്നും അവിടെ സംസാരിച്ചിട്ടില്ലായിരുന്നു. പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇന്നത്തെ ന്യൂസ് കണ്ടപ്പോഴത്തേക്ക് പ്രതീക്ഷ പോയി. എന്തായാലും നടപടി എടുക്കണം. ഉണ്ടെങ്കിൽ ഇനി നിയമപരമായി നമ്മൾ മുന്നോട്ട് പോകും. ഉടനെ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട് ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കുമെന്നാ പറഞ്ഞത്. ഇതുവരെയ്ക്കും അവിടെ ഒന്നും ഒരു അറിയിപ്പ് നമുക്ക് വന്നിട്ടില്ല. സർക്കാരിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഡോക്ടറിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള, അതായത് തെറ്റുകാരനായ ഡോക്ടർ ഇപ്പോഴും ആ ജോലിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിയമ നടപടിയായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. സുമയ്യക്ക് നീതി കിട്ടണം. ഇനിയൊരു സുമയ്യ ഇനി കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുകയാണ്. പ്രതീഷ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ. SKN ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ ആരോഗ്യമന്ത്രി ഇന്നലെയാണ് നിയമസഭയിൽ വിശദീകരണം നടത്തിയത്. പക്ഷേ അതിൽ ഡോക്ടർക്കെതിരെ ഏതെങ്കിലും തരത്തിൽ നടപടിയെടുത്തോ ഡോക്ടറുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായോ എന്ന കാര്യത്തിൽ കൃത്യമായൊരു വിശദീകരണം ആരോഗ്യമന്ത്രി നൽകിയില്ല. ആരോഗ്യമന്ത്രിയുടെ ആ പ്രതികരണത്തിലാണ് ഇപ്പോൾ കുടുംബം പ്രതികരിച്ചിരിക്കുന്നത്. ഈ ആരോഗ്യ സംവിധാനം അല്ലെങ്കിൽ സർക്കാരിൽ പ്രതീക്ഷ നഷ്ടപ്പെടുന്നു എന്നതാണ് സുമയ്യ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഈ കുറ്റക്കാരനായ ഡോക്ടർക്കെതിരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ആ ഡോക്ടർ ഇപ്പോഴും ജോലിയിൽ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ തങ്ങൾ മുന്നോട്ട് വച്ച ആവശ്യങ്ങളിൽ ഒരു തീരുമാനവും ഉണ്ടായില്ല എന്ന് കുടുംബം ആരോപിക്കുകയാണ്. ഒപ്പം ഈ തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ട് സർക്കാർ പല ഉറപ്പുകളും നൽകിയിരുന്നു. എത്രയും വേഗം ഈ നെഞ്ചിൽ കുടുങ്ങിയ ഗൈഡ് വയർ പുറത്തെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു ഉറപ്പാണ് ഈ നൽകിയത്. പക്ഷേ അക്കാര്യത്തിലും ഒരു തുടർ നടപടിയും ഉണ്ടായിട്ടില്ല. മെഡിക്കൽ ബോർഡ് ആദ്യം യോഗം ചേർന്നിരുന്നു. പക്ഷേ പിന്നീട് വീണ്ടും രണ്ടാമത് മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നെങ്കിലും എപ്പോൾ ഈ ഗൈഡ് വയർ പുറത്തെടുക്കുമെന്ന കാര്യത്തിലും കുടുംബത്തിന് ഒരു മറുപടിയും നൽകിയിട്ടില്ല. ഒപ്പം ആരോഗ്യമന്ത്രിയുടെ ഇന്നലത്തെ പ്രതികരണം കൂടി വന്നതോടുകൂടിയാണ് അതിൽ നിരാശ പ്രകടിപ്പിച്ചിപ്പോൾ കുടുംബം രംഗത്ത് വന്നിരിക്കുന്നത്. താങ്ക് യു MG പ്രതീഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.